മാളൂട്ടി നിന്റെ കണ്ണെന്താ ഇങ്ങനെ ചുമന്ന് തിളങ്ങിയിരിക്കുന്ന എന്താ മാളൂട്ടി? പറ മാളൂട്ടി, എന്താ നിന്റെ കണ്ണുകൾ ഇങ്ങനെ? പറ. എന്താ മുത്തശ്ശി, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. മുത്തശ്ശിക്ക് തോന്നതാ. ഇപ്പൊ പോയല്ലോ. എന്താ മുത്തശ്ശിക്ക് തോന്നതാവും. എനിക്ക് ഫുഡ് എടുത്തേച്ചോ? ഫുഡ് കഴിക്കട്ടെ. അപ്പൊ എനിക്ക് തോന്നിയതായിരുന്ന. അത് പറയണ ഞാനിപ്പോ വന്നത്. നിനക്കിപ്പോ ഇവിടെ ഫുഡില്ല. ഇന്ന് നീ പട്ടിണിയാ. അയ്യോ, ആണോ മുത്തശ്ശി? അതെ, നിനക്കിന്ന് ഇവിടെ ഫുഡില്ല. മനസ്സിലായോടി? കാരണം നദിക്കരയിൽ വെച്ച് നീ സ്വാമിയുടെ മുന്നിൽ എന്നെ അപമാനിതയാക്കി. ഇന്നലെ രാത്രി നീ ചെയ്തത് എല്ലാത്തിനും കൂടിയുള്ള ശിക്ഷയാടി ഇതൊക്കെ. ആണോ മുത്തശ്ശി? അതെ. ഇതെന്താ വീണ്ടും? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അയ്യോ പ്രേതം! മോനെ ഓടി വാ. എന്റെ മകളുടെ ദേഹത്ത് പ്രേതം. മോനെ! എന്താമ്മേ? എന്റെ മകളുടെ ദേഹത്ത് പ്രേതം. ആ പ്രേതം ഉണ്ടല്ലോ, ഈ സ്ഥലത്തുള്ള എല്ലാ സാധനങ്ങളും മേലോട്ടിട്ടിട്ട് എന്റെ തലയിൽ കിട്ടടാ. നോക്കടാ, എന്റെ തല ആകെ വേദനിക്കുന്നു. എന്തൊക്കെയാ അമ്മേ പറയുന്നേ? ഇവിടെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ. അല്ല, അതൊക്കെ എന്റെ തലയിൽ വീണ് താഴെയുണ്ട്. ശരിയാണല്ലോ. ഇതാണ് തലയിൽ നല്ലതുപോലെ തട്ടിയത്. അമ്മേ മതി അമ്മേ. ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാളൂട്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണ് സത്യം. അവളുടെ ദേഹത്ത് പ്രേതമുണ്ട്. വന്ന് അമ്മയ്ക്ക് വട്ടായോ? മോനെ, ഈ അമ്മ പറഞ്ഞൊന്ന് കേക്കടാ. നിനക്കും അനുഭവിച്ചാലേ മനസ്സിലാവൂ. അമ്മേ, അമ്മയ്ക്ക് വന്ന് എന്തിന്റെ കേടാ? അമ്മയ്ക്ക് വട്ടാ. എടാ മോനെ, ഞാനും വരുന്നു. ഡോർ ആരാ ലോക്കാക്കിയത്? അയ്യോ മുത്തശ്ശി, അയ്യോ പ്രേതം. മുത്തശ്ശി, ഞാനാ ഡോർ ലോക്കാക്കിയത്. എന്തിനാ? മുത്തശ്ശിക്ക് ഞാനൊരു ഗെയിം കളിച്ചേരട്ടെ. എന്ത് ഗെയിം? ദൈവമേ, അയ്യോ എന്റെ തയ്യാർക്ക് മോളെ. മോനെ രക്ഷിക്കണേ, ദൈവമേ രക്ഷിക്കണേ. ഏത് പ്രേതമാ കയറിയിരിക്കുന്നേ? ഏതായാലോ എന്തിനാ പ്രേതം നീ കയറിയിരിക്കുന്നേ? എന്തിനാ നീ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാണോ? അങ്ങ് പറഞ്ഞു കൊടുക്ക്. മാലിനി അറിയാമോ? മാലിനിയോ? ഓർക്കുന്നുണ്ടോ? മാലിനിയാണോ? മാലിനി, എന്നോട് ക്ഷമിക്കും മോളെ. ഞാൻ അന്നറിയാതെ ചെയ്തു പോയൊരു തെറ്റാ. അതേ തെറ്റ് തന്നെയല്ലേ നിങ്ങളിപ്പോ താമരയോടും ആവർത്തിക്കുന്നത്, മാളൂട്ടിയുടെ അമ്മയോടും ആവർത്തിക്കുന്നത്. നിങ്ങളല്ലേ അവൾ ആക്സിഡന്റ് ആക്കിയത്? നിങ്ങളല്ലേ ആക്സിഡന്റിന് കൊട്ടേഷൻ കൊടുത്തത്? പൊന്നു മോളെ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്ത തെറ്റായെന്ന് എനിക്ക് മനസ്സിലായി മോളെ. എന്നെ വെറുതെ വിട്ടേക്ക്. ചെയ്ത തെറ്റിനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനും നിങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചു തീരും. ഇല്ല മോളെ, ഇല്ല. ഇനി ഞാനൊരു തെറ്റും ആവർത്തിക്കില്ല, ഉറപ്പാ. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്തതിനെ അനുഭവിക്കാം. അയ്യോ, ആരെയും രക്ഷിക്കണേ. അമ്മയ്ക്ക് വേണ്ടത് എണീറ്റ് മോളെ. മോളെ, ഈ അമ്മ എത്ര മോളെ കുറ്റം പറഞ്ഞിരുന്നാലും അമ്മ ഒരിക്കലും മോളെ നിർത്തിട്ടില്ലായിരുന്നു. മോളെ, അമ്മയോട് ക്ഷമിക്കുന്നപ്പോൾ അവനുമായുള്ള നിന്റെ ബന്ധം ഞാൻ വേർപ്പെടുത്തി. നിന്റെ സമ്മതമില്ലാതെ നിന്റെ കയ്യൊപ്പുകൾ ഞാൻ എടുത്തു. എന്നോട് ക്ഷമിക്കണം മോളെ. അവരുമായ ഒരു ബന്ധം ഇനി നിനക്ക് വേണ്ട. അമ്മ, മോളെ, നീ സംസാരിക്കുന്നു. അയ്യോ, മോളെ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു? അത് കേൾക്കാം. എനിക്ക് വാ തുറക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ പറ്റുന്നുണ്ട്. എന്താ മോളെ? അമ്മേ, മാളൂട്ടി, അമ്മേ, മാളൂട്ടി, മോളെ, മാളൂട്ടി കാണണം. അമ്മേ, വേണ്ട മോളെ. അവൾ നിന്റെ മകളല്ല, അവൾ നിന്റെ ഭർത്താവുമല്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വേർപ്പെടുത്തി. അമ്മ എന്താ ചെയ്തത്? എനിക്കെന്റെ മാളൂട്ടിയെ കാണണം. മോളെ, നീ വീണ്ടും. ഞാൻ വിചാരിച്ചു എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത്. മോളെ എഴുന്നേക്ക്, മോളെ എഴുന്നേക്ക്. മോളെ, നിന്റെ അമ്മ നിന്റെ അടുത്തില്ലേ? എന്തിനാ നിനക്ക് മാളൂട്ടിയെ? മാളൂട്ടി, എന്തായാലും നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത് ഡോക്ടറെ അറിയിക്കണം. മാളൂട്ടി, അയ്യോ മോളെ,
മോളെ നീ അവളെ കുറിച്ച് മാത്രമാണല്ലോ ചിന്തിക്കുന്നത്. നീയുമായുള്ള എല്ലാ ബന്ധവും ആ വീടുമായാണ് ഉപേക്ഷിച്ചതാ. ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ വിടില്ല മോളെ. നിന്നെ ഞാൻ ഒരിക്കലും ഇനി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഒരു തവണ നിന്നെ വിട്ടുകൊടുത്തിട്ട് എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയത് ഈ നിലയില്ല. ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കില്ല. നീ ഈ നിലയിലാവാൻ കാരണം അവർ തന്നെയാ. നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇതിനു ശേഷം. മോളോട്ടെ, അയ്യോ ഇവൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്. എന്തായാലും മോൾക്ക് സംസാരിക്കാൻ പറ്റിയ വിവരം ഡോക്ടറെ വിളിച്ചറിയിക്കാം. ഡോക്ടർ വന്നിട്ട് ബാക്കി തീരുമാനിക്കും. അതായിരിക്കും നല്ലത്. എന്തായാലും ഇതുവരെ അനങ്ങ പോലും ചെയ്യാത്ത എന്റെ മോള് ഇന്ന് സംസാരിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. മാളൂട്ടിയെ കുറിച്ച് മാത്രമാണല്ലോ എന്റെ മോള് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് അവൾ അവളുടെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാത്തത്? ഇപ്പോഴും അവൾ മാളൂട്ടി മാളൂട്ടി എന്നാണല്ലോ പറയുന്നത്. ഇനിയിപ്പോ മാളൂട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമോ? ഇല്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ കനകത്തിന്റെ പേരക്കുട്ടിയാണ് അവൾ. അവളുടെ സ്വഭാവം ആ കനക പോലെ തന്നെ ഇരിക്കും. എന്തായാലും ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നില്ല. ഇനിയിപ്പോ എന്ത് തന്നെ സംഭവിച്ചാലും. മാളൂട്ടി, എന്തിനാ മോളെ നീ അവളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നിന്റെ മകളല്ല അവൾ. അവിടെയുള്ള നിന്റെ ഭർത്താവുമല്ല, അവിടെയുള്ള നിന്റെ അമ്മായിമ്മയുമല്ല. എല്ലാം തീർന്നു കഴിഞ്ഞു. മാളൂട്ടി, അയ്യോ എപ്പോഴെങ്കിലും തയ്യാറാക്കാൻ പോകുന്നേ? എത്ര നേരം ഞാൻ ഇങ്ങനെ നിൽക്കണോ എന്റെ ദൈവമേ? ആദ്യമായിട്ട് ഞാനേ അയർ തീർന്നേ. അയറല്ല മുത്തശ്ശി, ഏയർ. അയ്യോ പ്രേതമേ, നീ വന്നോ? എന്നെ ഒന്ന് താഴെ ഇറക്കും മോളെ. എന്റെ മാലിനി മോളെ എന്നെ താഴെ ഇറക്കും. അതിന് ഞാൻ മാലിനിയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പിന്നെ ഏത് പ്രേതമാ നിന്റെ ദേഹത്ത് കൂട്ടിയിരിക്കുന്ന എന്റെ മാളൂട്ടി? അതൊക്കെ നിങ്ങൾ വഴി അറിഞ്ഞോളൂ. പൊന്നു പ്രേതമേ, നീ ആരാന്നെങ്കിലും തെളിച്ച് പറ. അയ്യോ താങ്ക് യു പ്രേതമേ, താങ്ക് യു. അയ്യോ നന്ദിയുണ്ട് പ്രേതമേ, നന്ദിയുണ്ട്. അയ്യോ എത്ര നേരമായി ഞാൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു മുത്തശ്ശി അവിടുത്തെ എക്സ്പീരിയൻസ്? അയ്യോ ഭയങ്കരം തന്നെ. ഇപ്പൊ നീ മാളൂട്ടിയാണോ അത് പ്രേതമാണോ? ഇപ്പോൾ ഞാൻ മാളൂട്ടി അല്ല. ഞാൻ ചെയ്തതിനൊക്കെ ഇനി മാളൂട്ടി ശിക്ഷിക്കാൻ പോയാലുണ്ടല്ലോ, നിങ്ങളുടെ വിധി ഇതിലേറെ കഷ്ടമായിരിക്കും. ഇല്ല, ഒരിക്കലും ഞാൻ മാളൂട്ടിയെ കഷ്ടപ്പെടുത്തില്ല. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ടെറസിൽ പൂട്ടിയത് ഞാനാ, മാളൂട്ടിയില്ല. അതിനെന്തിനാ നിങ്ങള് മാളൂട്ടി ശിക്ഷിച്ചത്? എനിക്ക് എങ്ങനെ പ്രേതമേ, നീ അത് ചെയ്തത് പ്രേതമാണോ മാളൂട്ടിയാണോ എനിക്ക് അറിയാം. ഞാൻ അങ്ങോട്ട് ചെയ്തു, ഇങ്ങോട്ട് ക്ഷമിക്കുക. നിങ്ങളൊരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? എനിക്ക് എന്താ ഇത്ര സംശയം എന്റെ പ്രേതേ? കാരണം നിങ്ങൾ എന്റെ അമ്മയോട് ചെയ്ത തെറ്റ് അതെത്ര വലുതാ. അതിനൊക്കെ ഞാൻ നിങ്ങളെ അനുഭവിപ്പിച്ചിരിക്കും. പിന്നെ മാളൂട്ടിയുടെ അമ്മയോട് ചെയ്തതിനും. UK പോയ അവർക്ക് നിങ്ങൾ ഇവിടുന്ന് കൊട്ടേഷൻ നൽകിയല്ലേ ആക്സിഡന്റ് ചെയ്യാനായിട്ട്? അത് പിന്നെ അസൂയും കുശുമ്പും മൂടിയപ്പോ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാക്കാൻ പറഞ്ഞേ. കൊല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇത്രയും വലുതാവുന്ന എനിക്കറിയില്ലായിരുന്നു. ഓഹോ, നിങ്ങൾ ചെറുതായിട്ട് ആക്സിഡന്റ് ആക്കാനേ പറഞ്ഞുള്ളൂ, കൊല്ലാൻ പറഞ്ഞില്ല അല്ലേ? അപ്പൊ എന്റെ അമ്മയോ? ഏതമ്മേ? നീ മാലിനിയല്ല, പിന്നെ ആരാ നീ? ആരാ? ഒന്ന് പറ പ്രേതേ, ഏത് കാറ്റഗറിയിൽപ്പെട്ട പ്രേതവാ നീ? എന്നാണ് പ്രേതവാ നീ? എന്നോടൊന്ന് പറ കുട്ടി, നീ എന്ത് പ്രേതവാ? മാലിനി അതോ മാലിയുടെ അച്ഛനോ അമ്മയോ? ആരാ നീ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഞാൻ പറഞ്ഞു തരാം.